ആദരവ് നിറഞ്ഞ സാദാത്തുക്കൾ, നമ്മൾ ഇവിടെ ആദരിച്ച സദർ ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാർ, സ്നേഹനിധികളായ മുതഅല്ലിം സുഹൃത്തുക്കൾ, മുസ്ലിം ജമാഅത്തിന്റെയും SYS-ന്റെയും SSF-ന്റെയും കർമ്മോത്സകരായ പ്രവർത്തകർ, സ്നേഹനിധികളായ ഉമ്മ സഹോദരിമാർ, അല്ലാഹു നമ്മുടെ മുഴുവൻ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ മരണം വരെ നാളെ സ്വർഗലോകത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് താജുൽ ഉലമയോടൊപ്പം, നൂറുൽ ഉലമയോടൊപ്പം, ശംസുൽ ഉലമയോടൊപ്പം, കണ്ണിയത്ത് ഉസ്താദിനോടൊപ്പം മുഴുവൻ മഹാന്മാരോടുകൂടെ തങ്ങളുടെ പേരിലുള്ള ഷഅർ മുബാറക്കുകൾ ഇവിടെ ഹസ്റജ് കൊടുക്കുന്നതിന്റെ 6 വർഷം മുമ്പ് ആണ് ജാലിയവാലയുടെ പക്കൽ നിന്ന് അവിടെ വളരെ സന്തോഷമുള്ള ഈ ഒരു അവസരത്തിൽ ഒരുപാട് നേരം സംസാരിക്കണമെന്നുണ്ടെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് വളരെ ചുരുങ്ങിയ ഭാഷണം മാത്രമേ ഞാൻ നടത്തൂ. ഇരുപത് ദിവസത്തിലേറെയായി ശബ്ദത്തിലുള്ള ഒരു ചെറിയ പ്രശ്നം. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ്, അതിനുശേഷം ഞാൻ പങ്കെടുത്ത SSF-ന്റെ യൂണിറ്റ് സമ്മേളനത്തിലാണ് രണ്ടാമതെന്റെ ശബ്ദം തുറന്നത്. അപ്പൊ പിന്നെ ഇത് കുരുത്തക്കേടാണെന്ന് ആരും പറയണ്ട എന്നതിനാ ഞാനത് സൂചിപ്പിച്ചത്. പിന്നെ നിങ്ങളെ നാട്ടുകാരനായ ഡോക്ടർ ശ്രീജിത്ത് ആയുർവേദിക്കുണ്ട്, മൂപ്പരിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ആഴ്ച ചുരുങ്ങിയത് റെസ്റ്റ് എടുക്കണം. അത് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല. മൂപ്പരോട് ഞാൻ ആദ്യമായിട്ട് ക്ഷമ ചോദിക്കാൻ മൂപ്പര് കേൾക്കണമെങ്കിൽ അല്ലാഹു മുഴുവൻ വിഷമങ്ങളിൽ നിന്നും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ വറ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മദീനയുടെ പട്ടണത്തിലേക്ക് നടന്നു പോവുകയാണ്. പ്രഗത്ഭരായ പല സ്വഹാബികളും ആ മജ്‌ലിസിലുണ്ട്. ആ സദസ്സിലേക്ക് എന്താണ് ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുമ്പോൾ സ്വഹാബികളുടെ ഭാഗത്തിൽ നിന്ന് ചില അപശബ്ദങ്ങൾ കേൾക്കാനിടയായി. പരസ്പരം ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞു. മഹാരഥന്മാരായ സ്വഹാബികൾ ആ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിലേക്ക് കടന്നു ചെല്ലുന്നത്. ചിരിയും കളിയുമെല്ലാം കണ്ട ഉടനെ
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ കൂടുതൽ ചിരിക്കണ്ട, നിങ്ങൾ കൂടുതൽ ആഹ്ലാദിക്കണ്ട, നിങ്ങൾ മതിമറന്ന് ജീവിക്കേണ്ടതാണ്. കാരണം ലം യഅതി അലൽ ഖബരി യൗമുൻ ഇല്ലാ തകല്ലമ ഫീഹി. നിങ്ങളോട് നിങ്ങൾ കടക്കുന്ന ഖബർ ഓരോ ദിവസവും നിങ്ങളെ വിളിച്ച് ചില താക്കീതുകൾ ചെയ്യുന്നുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിബിതങ്ങൾ ആ ഹദീസിന്റെ ബാക്കി ഭാഗം പറയുന്നു, അന ബൈത്തുൽ തുറാബ്. ഈ ഖബറുകൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ മണ്ണിന്റെ വീടാണ്. അന ബൈത്തുൽ വഹദ. ഇന്ന് നിങ്ങളെ കൂടെ പലരും ഉണ്ടെങ്കിലും നാളെ എന്റെ അടുക്കിലേക്ക് വന്നാൽ നിങ്ങൾ ഏകാന്തതയുടെ വീട്ടിലാണ്. വഅന ബൈത്തുദ്ദൂദ്. പുഴുക്കളെ കൊണ്ട് നിറയുന്ന ഒരു ഭീകരമായ വീടാണ് ഞാൻ. എന്നിലേക്ക് നിങ്ങൾ വരിക തന്നെ ചെയ്യും. ഓരോ മനുഷ്യരെയും എല്ലാ ദിവസവും അവര് കടക്കുന്ന ഖബർ, അവർക്ക് അല്ലാഹു തആല തയ്യാറാക്കിയ ഖബർ വിളിച്ചു പറയുന്നുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ എന്തിനാണ് ഈ ഒരു ഹദീസ് തുടക്കത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചത്? ഈ ഒരു ബോധം നഷ്ടപ്പെട്ടതാണ് ഇന്ന് ലോകം മുഴുവനും തെറ്റിലേക്ക് കൂപ്പുവത്താനുണ്ടായ കാരണം എന്നതിൽ യാതൊരു സംശയവും. ന്യൂ ജനറേഷനെ കുറിച്ച് ഇന്നലെ ഒന്നരായ നഈമി ഉസ്താദ് നിങ്ങളോട് സംസാരിച്ചു. ബഹുമാനപ്പെട്ട സ്വദർ ഉസ്താദിനെ നമ്മൾ ആദരിച്ചു. ഈ ആദരവ് കൊടുക്കുമ്പോഴും നിങ്ങളെ നാട്ടിലില്ല എങ്കിൽ ഞങ്ങളെ നാട്ടിലൊക്കെയാണ് ഈ ആദരവ് കൊടുത്തതെങ്കിൽ എന്താ ഇപ്പൊ ഒരു ആദരവ്? അയാൾ ഇവിടെ നടത്തുമ്പോ ചോറ് കൊടുത്തില്ല, ഇനിയിപ്പോ ഒരു ആദരവും വരാം. അയാൾക്കന്ന് ശമ്പളം കിട്ടിയതല്ലേ, ഇനി എന്താ ഒരു പുതിയ ആദരവ്? നിങ്ങളെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല. നിങ്ങൾക്ക് കറാഹത്ത് തരട്ടെ, അതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഉറക്കാമീൻ പറയണ തോഫിക്ക് അല്ല വേറെ തരട്ടെ. നിങ്ങളെ ഈ വയന്ന എത്തും ഒച്ചല്ലാത്ത വർത്താനം കൂടി ആവുമ്പോഴേ എന്തിനീ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചു ആമീന്നല്ല ഉഷാറെങ്കിലും പറഞ്ഞോട്ടെ ആൾക്കാരുണ്ട്. മഹാന്മാരായ ഉസ്താദുമാരെ ആദരിക്കുമ്പോൾ ഈ ഒരു നല്ല ഒരു ചര്യ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തുപോയിട്ടുണ്ട്. നല്ലതൊന്നും ഉൾക്കൊള്ളാൻ മനുഷ്യരെ കൊണ്ട് കഴിയുന്നില്ല. മാതാപിതാക്കളെ വിഷയമായാലും പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ കാര്യമായാലും പഠിപ്പിക്കുന്ന അധ്യാപികയുടെ കാര്യമായാലും അയൽവാസികളിലേക്ക് നോക്കിയാലും എവിടെ പരിശോധിച്ചാലും പരസ്പരമുള്ള സ്നേഹവും പരസ്പരമുള്ള ആദരവും പരസ്പരമുള്ള ആ നല്ല ഒരു പെരുമാറ്റവും നമ്മളിൽ നിന്ന് എടുത്തുപോയി. നമ്മുടെ പരിസരത്തുള്ള വീട്ടിലേക്ക് നിങ്ങൾ നോക്കുന്നു. പഴയ കാലത്തൊക്കെ വീട്ടുകാർ അയൽവാസികൾ പരസ്പരമുള്ള ബന്ധം എത്രത്തോളം ഭദ്രമായിരുന്നു. ഇന്ന് ആരെങ്കിലും ഒരാളൊന്ന് തുടങ്ങി കിട്ടിയാൽ മതി, പിന്നെ ഓനോട് ഖിയാമത്ത് നാൾ വരെ നമ്മൾ മുണ്ടൂല. മഹാനായ അഷ്റഫുൽ വറ നബി മുഹമ്മദ് റസൂലുള്ളാഹി നിബിതങ്ങൾ ഒരു ഹദീസ് കാണാം, സലാസത്തും മിൻ അഖ്ലാഖിൽ ജന്ന. മൂന്ന് കാര്യം, മൂന്ന് സ്വഭാവം, അത് മിൻ അഖ്ലാഖിൽ ജന്ന, സ്വർഗ്ഗാവകാശികളുടെ സ്വഭാവം. നിങ്ങളെ സൗണ്ട് കുഴപ്പമില്ല കേട്ടോ,
ഈ മൈക്കല്ലാതെ വേറെ മൈക്ക മാറ്റി ക്ലിയർ ആകുമോ? ഇത് മതിയില്ലേ? എന്തെന്റെ അഭിപ്രായം? മതിയില്ലേ? മതി മതി. ലാജുവിൻ ഞായ്മ കണ്ടു തിരിയാന്ന്. മൂന്ന് സ്വഭാവം മാന്യന്മാരുടെ സ്വഭാവം. അത് സ്വർഗാവകാശികൾക്ക് മാത്രം ലഭിക്കുന്ന സ്വഭാവമാണ്. ലാ തൂജദു ഇല്ലാ ഫിൽ കരീം. മാന്യന്മാരിൽ നിന്ന് ഉണ്ടാവുകയില്ല. മഹാനായ അഷ്റഫുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി കുറെ നേരം പ്രസംഗിച്ച് ശല്യപ്പെടുത്തണമെന്ന് എന്റെ ഉദ്ദേശവുമില്ല. മാന്യന്മാരുടെ സ്വഭാവവാഹിമീനായ അത് സ്വർഗാവകാശികൾക്ക് മാത്രം ലഭിക്കുന്ന സ്വഭാവം. രാജസീതായ ലാ തൂജദു ഇല്ലാ കുറെ നേരം പ്രസംഗിച്ച് ഞങ്ങൾ നിന്റെ ദീൻ പറയാനായി ഇവിടേക്ക് ഓടിക്കിതച്ചു വന്നത്, നിന്റെ ദീൻ പറയാനായി ഇതുപോലത്തൊരു വേദി ഒരുക്കിയത്, അതിനുവേണ്ടിയാ ഞങ്ങളെ ചെറുപ്പക്കാരെ ഞങ്ങളെ സെറ്റപ്പ് ചെയ്തത്. എല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. ഇങ്ങോട്ട് നന്മ ചെയ്യാത്ത ആളുകളോട് അങ്ങോട്ട് നന്മ ചെയ്യുക, ഇങ്ങോട്ട് പുഞ്ചിരിക്കാത്ത ആളുകളോട് അങ്ങോട്ട് പുഞ്ചിരിക്കുക, ഇങ്ങോട്ട് കടം തരാത്ത ആളുകൾക്ക് അങ്ങോട്ട് കടം കൊടുക്കുക. അൽ ഇഹ്സാനു ഇലൽ മുസീഇ മുഹമ്മദുർ റസൂലുള്ളാഹി. നിബിതങ്ങൾ പറയുന്നു ഒന്നാമത്തെ കാര്യം അൽ ഇഹ്സാനു ഇലൽ മുസീഇ, ഇങ്ങോട്ട് ശല്യം ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക. നമ്മളിങ്ങനെ പോകുമ്പോ സുബ്ഹാനല്ലാഹ് SSF നല്ലൊരു ഫ്ലെക്സ് ആരോ ഒരാള് ബ്ലൈഡ് വെച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് നല്ല വിഷയം എടുത്തേക്കണേ. മനസ്സിലായത്? ചക്കാട്ടപ്പം മൊയിലിട്ടി പറഞ്ഞ മാതിരി എന്റെ ഒത്തു വരുന്നത്. അത് ഇവിടെ മാത്രല്ല, മമ്പാടും ഉണ്ട്. അവിടെ അതിന് ഞങ്ങൾ ഉഷാറല്ല, നിങ്ങളതിന് മോശമാക്കൊന്നും. നമ്മളിങ്ങനെ പോകുമ്പോ നമ്മളെ ഫ്ലെക്സ് ബോർഡ് ആരോ ഒരാൾക്ക് തോന്നുന്നു ഇത്ര നല്ല ചുരുക്കുള്ള ഫ്ലെക്സ് ബോർഡ് ഇന്ന് അങ്ങനെ വേണ്ട, ഓന് തോന്നി ബ്ലൈഡ് വെക്കണം. വെച്ചാളെ നമ്മൾ കണ്ടാലും ഓൻ വേറെ ഒരു ഫ്ലെക്സ് അപ്പുറത്ത് വെച്ച് എന്നാ പിന്നെ നമ്മളെന്താ വേണ്ട, ബ്ലൈഡ് വെക്കാൻ പോകണ്ട. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ മാന്യന്മാരാവും. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നിപ്പോ നിങ്ങൾ കണ്ടില്ലേ രാഷ്ട്രീയക്കാരെ കൊണ്ട്. ഞാൻ എന്നൊക്കെ ഇങ്ങനെ വാട്സപ്പ് തുറന്നപ്പോ ഇങ്ങനെ തോന്നി ഈ രാഷ്ട്രീയക്കാര് മുഴുവനും മർക്കസിക്ക് പോകണം, നോമിനേഷൻ കൊടുക്കണം. ഔഡിയ എല്ലാരും കേട്ടു. അല്ലാഹു തആല ഉസ്താദിനെ ഇസ്സത്ത് കൊടുക്കട്ടെ. എല്ലാരും അങ്ങോട്ട് വരുന്ന സ്ഥാനാർത്ഥികൾ അങ്ങനെ വരുന്ന കണ്ട വിചാരിച്ച് എല്ലാരും ചിഹ്നവും പല്ല ഇത് കാണിച്ചിട്ടാ വരിക. അല്ലാഹ് ഞമ്മക്ക് നല്ല ഭരണാധികാരികളെ തരട്ടെ. പക്ഷെ നൂറുക്കനി മൂപ്പര ജ്യേഷ്ഠന് നമ്മളിന്ന് നഷ്ടപ്പെടുത്തിയ ആ മഹ്ലൂക്ക് ജയിക്കാൻ പാടില്ല. അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. അപ്പൊ നിങ്ങള് വിചാരിച്ച് ജയിച്ചിട്ടില്ലെങ്കിലോ ഞമ്മളെ ഒരു വോട്ട് ഓന് കൊടുക്കരുത് എന്നതിന്റെ അർത്ഥം. ജയിക്കലും തോക്കലും എന്റെ ഒരു വോട്ട് കൊണ്ട് അവൻ ജയിക്കരുത്, അത്രേ ഞമ്മക്ക് ഉദ്ദേശം. ഭൂരിപക്ഷം ഏതായാലും പറയാലോ, ആയിക്കോട്ടെ, ഞാൻ ആ വിഷയത്തിൽ കടക്കില്ല. അൽ ഇഹ്സാനു ഇലൽ മുസ്ലിം, ഇങ്ങോട്ട് തിന്മ ചെയ്ത ആളുകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക. മഹാനായ അഷ്റഫുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, നബി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അത് പ്രകടമായിരുന്നു. മക്കായിലേക്ക് ദീനിന്റെ പ്രബോധനവുമായി ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ ഈ ഉമ്മായോട് ഒന്നും ചോദിച്ചു, വിറകിന്റെ കെട്ട് എടുത്തു വെക്കാൻ കഴിയില്ല എന്ന് അമ്മയുടെ ഈ പ്രവർത്തനം കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ബോധ്യമായി. നബി തങ്ങൾ ആ അമ്മയോട് ഒന്നും ചോദിക്കാതെ വിറകിന്റെ കെട്ടെടുത്ത് അമ്മയുടെ തലയിലേക്ക് എടുത്തു വെച്ചു. അമ്മ എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞു, അതൊരു അമുസ്ലിമത്തായ സ്ത്രീയായിരുന്നു.
ആ സമയത്ത് അമ്മക്കും വല്ലാത്ത സന്തോഷം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ വന്നത് എന്നറിയാം. നബി തങ്ങളെ പരിചയമില്ലാത്ത ഈ അമ്മ പറഞ്ഞു, നീ ചെയ്തത് വല്ലാത്ത ഒരു ഉപകാരം തന്നെ. ഈ സാന്ത്വന പ്രവർത്തനം ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ നിനക്ക് ഞാൻ തിരിച്ചു തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. എന്തെങ്കിലും ഒരു പ്രത്യുപകാരം നൽകാൻ എന്റെ കയ്യിലൊന്നുമില്ല. മഹാനായ അഷ്റഫുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു തരാൻ എന്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ ഞാനൊരു ചെറിയ ഉപദേശം തരാം. മക്കയിൽ ഒരു കള്ളപ്രവാചകൻ വന്നു. അവന്റെ പേര് മുഹമ്മദ്. ആരെ നമ്പിയാലും ഓനെ നമ്പാ നിൽക്കണം. ഓൻ താനി കള്ളന. ഓനെ ആ പ്രചരണം, ഓന്റെ മതമൊക്കെ സത്യമതം, കള്ളമതം. അവനൊരു തരം ഭ്രാന്തനാണ്. മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ അമ്മ ഉപകാരം ചെയ്തതിന് പകരമായി പ്രത്യുപകാരം നൽകുന്നത് ഈ തരം ഉപദേശങ്ങളാണ്. അപ്പോ മഹാനായ അഷ്റഫുൽ വറ നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ അമ്മയോട് തിരിച്ചൊന്നും പറഞ്ഞില്ല. പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞ കള്ളപ്രവാചകണ്ടല്ലോ, അത് ഞാനാണ്. നിങ്ങളാ പറഞ്ഞ മോശക്കാരനായ പ്രവാചകൻ ഞാനാണ്. ഇതങ്ങ് കേട്ടപ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങളുടെ പ്രവർത്തനം കണ്ടപ്പോൾ, ആ സ്വഭാവ ഗുണഗണങ്ങൾ കണ്ടപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മതത്തിലേക്ക് ഈ അമുസ്ലിമത്തായ അമ്മയതാ തിരിച്ചു വരികയാണ്. ഓ എന്റെ രക്ഷിതാക്കളെ, നമ്മുടെ സ്വഭാവം കണ്ട് ഏതെങ്കിലും ഒരു മതക്കാരന് നമ്മുടെ ഇസ്ലാമിലേക്ക് കടന്നു വരുമോ? ഞാൻ എന്റെ ദീനിന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങളേത് ഗ്രൂപ്പുകാരായാലും എനിക്ക് വിഷയമല്ല, നിങ്ങളേത് സംഘടനക്കാരായാലും എനിക്ക് വിഷയമല്ല. കാരണം നമ്മളെല്ലാം റസൂലുള്ളാഹി തങ്ങളെ സമുദായക്കാരാണ്. സംഘടന ഓരോരുത്തർക്കും അവരൊക്കെ ഇഷ്ടമുള്ളോടത്ത് നിന്നതുകൊണ്ട് പ്രശ്നമല്ല. പക്ഷേ മറു സംഘടനയെ തകർക്കണമെന്നോ, അവരെ ശല്യം ചെയ്യണമെന്നോ, അവരെ നാട് കടത്തണമെന്നോ എന്ന് ചിന്തിക്കുന്ന ഈ തീവ്രവാദം അത് ഇസ്ലാം അനുവദിക്കുന്നില്ല കേട്ടോ. മഹാനായ അഷ്റഫുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കള്ളപ്രവാചകനാണ് അവനെ നീ നമ്മണ്ട എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ അവിടെ മറുപടി പറഞ്ഞത്, ഞാനാണ് ആ കള്ളപ്രവാചകൻ. ആ സ്ഥാനത്ത് ഞാനും നിങ്ങളും ആണെങ്കിലോ, നമ്മളിങ്ങനെ പോണടിയില് റേഷൻ കടയിൽ കുറച്ച് അരിയും വാങ്ങിയിട്ട് ഒരു ഉമ്മാമ പോണം. ആ ഉമ്മാമാന്റെ ഇടങ്ങാറൊക്കെ കണ്ടപ്പോ നമ്മളെടുത്തും കണ്ട് ഉമ്മാമാക്കൊന്ന് സഹായിച്ചു. പൊതുവെ സഹായിക്കല് കുറവാ. നമ്മളൊക്കെ ഒരു ബസ് കയറി ഇരുന്നാല് ആരെങ്കിലും ഒരാള് പ്രായമുള്ളവര് വന്നാ മതി, അപ്പൊ വരും നമ്മക്ക് ഉറക്കും. കാരണം കണ്ണു തുറന്നു കഴിഞ്ഞാൽ അമ്മക്ക് എണീച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഇതിന്റെ ആൾക്ക് കോഴിക്കോട്ട് നിന്ന് കണ്ണൂർക്ക് ബസ് പോകേണ്ടി വന്നു. ആ ബസ് കയറിയപ്പോ എനിക്കൊരു സീറ്റ്, ഞാനവിടെ അന്തസ്സായിട്ട് അതിൽ ഒരു സീറ്റ് ഉണ്ട് ബാക്കി. രണ്ട് പെണ്ണുങ്ങൾ ഭയങ്കര തർക്കം, ആരായിരിക്കാം. അപ്പൊ തർക്കം ഇങ്ങനെ കൂടിയ എനിക്ക് ഈ ഒച്ചപ്പാടൊന്നും വല്ല ഇഷ്ടം. ഞാൻ ചോദിച്ചു, എന്താ അവിടെ വിഷയം? അതിലൊരു പെണ്ണാണ്, ഇത് ഞാൻ പിടിച്ച സീറ്റാണ്. അതില് മറ്റുള്ള പറഞ്ഞു, ഞാനാണ് ഇവിടെ ആദ്യം വന്നിരുന്നത്. അതില് മറ്റുള്ള പറഞ്ഞു, ഞാന് ബസ്സിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പുറത്തുനിന്ന് ഒരു മുണ്ടെടുത്തില്ല, അങ്ങനെ ഉണ്ടല്ലോ സീറ്റ് ബുക്ക് ചെയ്യലില്ലേ, ഇതൊക്കെ എന്തൊരു ഉസാറില്ലാത്ത ആണ്ടേ. ആ സീറ്റ് ബുക്ക് ചെയ്യണമാതിരി ഞാൻ ഓട്ടി കൂടെ ടവലെടുത്തിട്ട് അതിൽ ഈ താത്താക്കാൻ പറ്റുന്ന, പിന്നെ എനിക്കൊരു ഡാർപ്പായിട്ട് വന്നു ബസ്സിന്റെ മേലെ കൊണ്ടിട്ട് ഇവര് ഭയങ്കര കുലുമാലി. പിന്നെ എനിക്ക് തോന്നി വല്ലാതെ ഇടങ്ങേറായി ഞാൻ അതിൽ ബന്ധപ്പെട്ടാലേ
പിന്നെ അത് ക്ലിപ്പാകും. ഞാൻ അടങ്ങി. കണ്ടക്ടർ വന്നപ്പോ കണ്ടക്ടറോട് പറഞ്ഞു, ഇതിനൊരു തീരുമാനം കാണും, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോവാണ്. അല്ല സ്ഥായി, നമുക്ക് എന്തെങ്കിലും കാക്കാം. ഞാൻ ഇയാളാളെ പോയിട്ട് ഈ പെണ്ണുങ്ങളോട് എന്താ പ്രശ്നം, ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളിലെ ആരാണോ മൂത്തത് നിങ്ങൾ അവിടെ ഇരുന്നോളിയാണ്. മൂത്താളയിൽ ഇരിക്കുക, അങ്ങനെ തന്നെയല്ലേ അതിന്റെ മര്യാദ. ഞാന് അപ്പൊ പിന്നെ ഒച്ചപ്പാടൊക്കെ നിന്ന്. പിന്നെ ഞാൻ ഉറങ്ങി കണ്ണൂരെത്തിയപ്പോ ഈ സീറ്റില് രണ്ടാളും ഇരുന്നിട്ടില്ല, രണ്ടാളും നീച്ചിട്ട്. അപ്പൊ നിങ്ങള് വിചാരിച്ച് ബഹുമാനിച്ചിട്ടാണ്? അല്ല, ആരെങ്കിലും ഒരാൾ ഇരുന്ന ഓൾക്ക് വയസ്സ് കൂടൂല, അത് ഈ പെണ്ണുങ്ങൾക്ക് ഇഷ്ടല്ല. കണ്ടക്ടർ പറഞ്ഞ എന്താ, മൂത്ത ആളാരാ ഓലി ഇരുന്നോളൂ, ഈ വയസ്സ് കൂടാറിന ഈ പെണ്ണുങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യം. അപ്പൊ ഓളിങ്ങനെ പറഞ്ഞു, ഞാനിപ്പോ അതിൽ ഇരുന്നാലേ ഞാൻ ബേസത്തിയാവും. അതിൽ മറ്റുള്ള ഞാനും ഇരിക്കണം, അല്ലെങ്കിൽ ഞാൻ ബേസത്തിയാവും. ഇങ്ങനെ രണ്ടാളും കൂടി ഇരുന്നില്ല അവിടെ. പിന്നെന്തുണ്ടായതറി, ഞാൻ പിന്നെ ഇറങ്ങിയ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് ആദരവ്, ബഹുമാനവും നന്മ ചെയ്തു കൊടുക്കുക എന്ന ഒരു ചിന്ത പാടേ നശിച്ചുപോയി. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, അൽ ഇഹ്സാനു ഇലൽ മുസീ, ഇങ്ങോട്ട് നന്മ ചെയ്ത ആളുകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക. രണ്ടാമത് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, വൽ ബദലു ലിമൻ ഹറമഹു, ഇങ്ങോട്ട് തരാത്ത ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക. നീ നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് കടം വാങ്ങാൻ പോയി, കടം ചോദിച്ചു, ഒരു 100 രൂപ കടം ചോദിച്ചു. അയാള് പറഞ്ഞു, നിനക്ക് 1 രൂപ പോലും ഞാൻ തരൂല്ല എന്ന്, 1 ഉറുപ്പ്യ ഞാൻ നിനക്ക് തരൂല്ല എന്ന് പറഞ്ഞ് നിന്റെ അയൽവാസി നിന്നെ ഒഴിവാക്കി. ഇതേ അയൽവാസി പിറ്റൊരാഴ്ച കഴിഞ്ഞപ്പോ നിന്റെ അടുക്കൽ വന്ന് ഒരു 150 ചോദിച്ചു. എന്നാ പിന്നെ ഞമ്മക്കൊരു മറുപടി ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച എന്തായത്, ഞാനോട് ഒന്ന് ചോദിച്ചു, തന്നില്ല, എന്നാ ചരക്കാ പോകണം. ഇങ്ങോട്ട് തരാത്ത ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക. മാന്യന്മാരുടെ സ്വഭാവമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാമത് പറഞ്ഞു, വൽ അഫൂ ലിമൻ ളലമഹു, നിന്നെ ഇങ്ങോട്ട് ആക്രമിച്ച ആളുകൾക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. ആക്രമിക്കുന്നവനെ തിരിച്ചാക്രമിക്കാതിരിക്കുക. ഇങ്ങോട്ട് ചീത്ത പറയുന്നവൻ അങ്ങോട്ട് ചീത്ത പറയാതിരിക്കുക. ഇങ്ങോട്ട് ഭീഷണി വരുത്തിയവനോട് അങ്ങോട്ട് ഭീഷണിപ്പെടുത്താതിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഈ 3 സ്വഭാവം മാന്യന്മാരുടെ സ്വഭാവമാണ്. ഓ എന്റെ ഉമ്മമാരെ, ഞാനും നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കണം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമുദായക്കാരാണ്. നമുക്ക് അല്ലാഹു തആല ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് പറയണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ നടക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏതേതെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണോ അത് മുഴുവനും ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ദിവസം നബി തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, നബിയെ, എനിക്കൊരു നിങ്ങളൊരു അമല് പറഞ്ഞു തരും, ഒരൊറ്റ കാര്യം, ഞാനത് ചെയ്താൽ എനിക്ക് സ്വർഗത്ത് പോകും, കൂടുതൽ ചെയ്യാനും നിന്നെ കൊണ്ട് കഴിയില്ല. വളരെ വിനയത്തോടുകൂടെ ഈ സ്വഹാബിയുടെ ചോദ്യമാണ്. ഒരൊറ്റ കാര്യം, അത് ഞാൻ ചെയ്താൽ എനിക്ക് സ്വർഗത്ത് പോകണം, അങ്ങനത്തെ വല്ല കർമ്മവുമുണ്ടോ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞു, ഉണ്ട്. ഇത് നീ ചെയ്താൽ നിനക്ക് സ്വർഗത്ത് പോകും. കുറെ അധ്വാനിക്കൊന്നും വേണ്ട, കുറെ കഷ്ടപ്പാട് അനുഭവിക്കൊന്നും വേണ്ട, ഒരുപാട് കാലം തഹജ്ജുദ് നിസ്കരിക്കണ്ട. ഒരൊറ്റ കാര്യം, ചെറുപ്പക്കാര് കേട്ടോ,
ഇത് ചെയ്താൽ നിനക്ക് സ്വർഗത്ത് പോകാം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ ഈ വാക്ക് കേട്ടപ്പോ നമ്മളൊക്കെ ആഗ്രഹിച്ച മാതിരി ഇതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞാൽ മതിയാണ്, ഇത് ഇപ്പോഴാണല്ലോ കിട്ടിയത്, എവിടെയെന്ന് ഇയാള് കുറെ മുമ്പ്. നമ്മളൊക്കെ ആലോചിക്കണ മാതിരി ഈ സ്വഹാബിക്ക് ഒരു ചെറിയൊരു ആഹ്ലാദം, ഒരു സന്തോഷം. ഏതാണ് നബി ആ ഒരു കാര്യം? ഞാൻ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ ഒരൊറ്റ കർമ്മം ഏതാണ്? മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറഞ്ഞു, ഉണ്ട് മോനെ, നീ അത് ചെയ്താൽ സ്വർഗത്തിലാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, കുൻ മുഹ്സിന, നീ അങ്ങ് നന്നായിക്കള, നീ അങ്ങ് നന്നാവുക, ഇജാണ്ട് നന്നായിക്കള, ഇത് ചെയ്താൽ നിനക്ക് സ്വർഗത്ത് പോകാം. അപ്പൊ പിന്നെ സ്വഹാബിക്ക് വീണ്ടും ഒരു സംശയം, കൈഫ അഅലമു അന്നീ മുഹ്സിനു യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ എപ്പോഴാണ് നന്നായി എന്ന് എനിക്ക് ബോധ്യപ്പെടുക? ഇത് ബോധ്യപ്പെടാൻ ഒരു സമയം വേണം. നിങ്ങൾ പറഞ്ഞ അമലൊക്കെ ഞാൻ ചെയ്തോളാം, നന്നാവുക എന്നല്ല ഞാൻ ചെയ്തോളാം. പക്ഷേ കൈഫ അഅലമു അന്നീ മുഹ്സിനു യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ എന്നാണ് നന്നാവുന്നത്? ഞാൻ നന്നായി എന്ന് എനിക്ക് എപ്പോഴാണ് ബോധ്യപ്പെടുന്നത്? മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളോട് ഈ സ്വഹാബി ചോദിക്കുന്ന നേരം ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? സൽ ജിറാനക, നീ നിന്റെ അയൽവാസിയോട് പോയി ചോദിക്കണം, നിന്നോട് ഇടപഴകുന്ന ആളുകളോട് ചോദിക്കണം, നിന്റെ അയൽവാസിയോട് ചോദിക്കണം നിന്നെ കുറിച്ചുള്ള അഭിപ്രായം. وَإِنْ قَالُوا إِنَّكَ مُحْسِنٌ فَأَنْتَ مُحْسِنٌ وَإِنْ قَالُوا إِنَّكَ مُسِيءٌ فَأَنْتَ مُسِيءٌ. ആ അയൽവാസികളിൽ നിന്നെ കുറിച്ച് നല്ലവനെന്ന് പറഞ്ഞാൽ നീ നല്ലവനാണ്, നിന്നെ കുറിച്ച് അയൽവാസികളെ മോശമെന്ന് പറഞ്ഞാൽ നീ മോശക്കാരനാണ്. ഓ എന്റെ ചെറുപ്പക്കാരാ, നമ്മളെ സംഘടനയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നവരല്ലയോ? ഓ എന്റെ ഉപ്പ, നമ്മളെ പള്ളിയിൽ ജമാഅത്തിന് പോകുന്നവരല്ലയോ? ഓ എന്റെ ഉസ്താദുമാരെ, നമ്മളെ ദീനിന് വേണ്ടി സേവനം നടത്തുന്നവരല്ലയോ? ഓ എന്റെ പെങ്ങളെ, നിന്നെ കുറിച്ച് നീ നല്ലവളെന്ന് ബോധ്യപ്പെടണമെങ്കിൽ നീ ചോദിക്കേണ്ടത് നിന്റെ അയൽവാസിനിയോടാണ്. വഇൻ ഖാലൂ ഇന്നക മുഹ്സിനുൻ വഅൻത മുഹ്സിനുൻ, അവർ നിന്നെ കുറിച്ച് നല്ലവനെന്ന് പറഞ്ഞാൽ നീ നല്ലവനാണ്, മോശക്കാരി എന്ന് പറഞ്ഞാൽ നീ മോശക്കാരിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ മതം നോക്കാതെ, വിഭാഗീയത നോക്കാതെ, ഗ്രൂപ്പ് നോക്കാതെ അയൽവാസികളോട് നല്ലപോലെ വർത്തിക്കണമെന്ന് മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നോമ്പിന്റെ പ്രതിഫലം കിട്ടണോ, ഹജ്ജിന്റെ കൂലി കിട്ടണോ, നിസ്കാരത്തിന്റെ ഫലം കിട്ടണോ, സുന്നത്ത് ജമാഅത്തിന് ഗോദയിലേക്ക് ഇറങ്ങിയതിന്റെ പ്രതിഫലം എണ്ണി വാങ്ങണോ എന്നാ മനുഷ്യരോട് ചെയ്യേണ്ട ചില കടമകളുണ്ട്, ബന്ധുക്കളോട് നടത്തേണ്ട ബാധ്യതകളുണ്ട്, ഉമ്മയോട് നടത്തേണ്ട പെരുമാറ്റങ്ങളുണ്ട്, ഉപ്പായോട് പെരുമാറേണ്ടതിന്റെ രൂപമുണ്ട്. അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹക്കടപാടുകൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം അതേ മുഅ്മിനീങ്ങളുടെയും മനുഷ്യരുടെയും ഇടപാടുകൾ പൂർണ്ണമായി വീട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യും. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം ചില ആളുകൾ പ്രത്യേക രോഗം പിടിപെട്ട് മരണപ്പെടാനിടയായി. ആ മരണപ്പെട്ട മയ്യത്തുകളെ ഓരോന്ന് സ്വഹാബികൾ കൊണ്ടുപോവുകയാണ്.
അതിലൊരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോ നോക്കി നിന്നിരുന്ന സ്വഹാബികളിൽ നിന്ന് പല ആളുകളും കമന്റ് പറഞ്ഞു, ഓ നല്ലൊരു മനുഷ്യനെയാണ്, അയാൾക്ക് ഈ രോഗം വന്നല്ലോ, ഒരു ശല്യമില്ലാത്ത ആള്, ഒരാളെയും പ്രയാസപ്പെടുത്താത്തൊരു മനുഷ്യൻ, അയാൾ മരിച്ചുപോയല്ലോ എന്ന് ഇയാളെ കുറിച്ച് നല്ല നല്ല അഭിപ്രായം മുഹമ്മദുർ റസൂലുള്ളാഹി നിബിതങ്ങളെ കേൾക്കെ സ്വഹാബികളെ പറയാനിടയായി. ഇത് കേട്ട ഉടനെ റസൂലുള്ള പറഞ്ഞു, വജബത്ത്, അയാൾക്ക് കിട്ടേണ്ടത് കിട്ടി, അയാൾക്ക് നിർബന്ധമാകേണ്ടത് നിർബന്ധമായി. ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് വേറെ ഒരു മയ്യത്തിനെ കൊണ്ടുപോകുന്നത്. ആ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോഴോ ആൾക്കാരൊക്കെ മോശമായിട്ടാ പറയുന്നത്, പോയത് നന്നായി, എന്തേ ഒരു പിതനെയാണ്. പള്ളിയിൽ ചെക്കന്മാര് വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഇനിയിപ്പോ റമദാനൊക്കെ വരില്ല, ഏതെങ്കിലും ഒരു കുട്ടി ലക്കിക്ക് തൊപ്പിട്ട് വെക്കുക, ഓ പള്ളിക്ക് കയറി വരുമ്പോൾ ചില ആജിയന്മാര്, ഇവിടെ അല്ലട്ടോ, ഇവിടുത്തെ ആജിയന്മാരല്ലട്ടോ, കാരണം ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചല്ലേ, ഈ ചെറുപ്പക്കാര് പള്ളിക്ക് വരുമ്പോണ്ട് ചില ആജിയന്മാർക്കൊരു പറച്ചു, ഓ എന്താ ഇപ്പൊ ബഡ്ജറ്റിയോ മൂത്രയിച്ചാൻ വന്നതാ, ഇയാളെ ചോദ്യം കേട്ട കഴിച്ചു പള്ളി ഇയാൾക്ക് സ്ത്രീധനായിട്ട് കിട്ടിയതാ. ഇങ്ങനത്തെ തന്താരൊക്കെ ജീവൻ പോകുമ്പോൾ ആരായാലും മോശം പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ നല്ലത് പറഞ്ഞു ഒരാളെ റസൂലുള്ള പറഞ്ഞു വജബത്ത്. വേറെ ഒരു മയ്യത്തിനെ കുറിച്ച് മോശമായ ചില പ്രതികരണങ്ങൾ കേട്ടു, അപ്പോഴും റസൂലുള്ള പറഞ്ഞു വജബത്ത്, കിട്ടണ്ട കിട്ട. രണ്ടു നേരം ഒരേ മറുപടി നിബിതങ്ങളെ വായിലൂടെ വരുന്നത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ, വമാ വജബത്ത് യാ റസൂലല്ലാഹ്. മുഹമ്മദ് റസൂലുള്ളാഹി നിബിതങ്ങളോട് ചോദിച്ചു, വമാ വജബത്ത്, എന്താണ് നബിയെ വജബത്ത് എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആദ്യം കൊണ്ടുപോയ മയ്യത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലേ, അയാൾ വജബത്ത് ലഹുൽ ജന്ന, അദ്ദേഹം സ്വർഗം നിർബന്ധമാക്കിയ ആളാണ്, അയാള് സ്വർഗത്തിന്റെ അവകാശിയാണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞല്ലോ മോശമായി ചിത്രീകരിച്ചയാൾ, അയാൾക്ക് നരകവും നിർബന്ധമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ സുഹൃത്തുക്കളെ, നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ കൂലി കിട്ടണം. സുബൈ നിസ്കരിക്കാൻ ജമാഅത്തിന് ദേഷ്യപ്പെട്ടിട്ടാണുള്ള റീബത്ത് പറയാ, സ്നേഹിച്ചും കൊണ്ട് നമ്മൾ ആ റീബത്ത് പറയാൻ ഹസൻ ബസരി തങ്ങളെ കുറിച്ച് ഇങ്ങനെ ഞാൻ ഒരു ഭാഗത്ത് വായിച്ചിട്ടുണ്ട്. ഹസൻ ബസരി തങ്ങളെ ഓർമ്മ ശരി, ഹസൻ ബസരി തങ്ങൾ ഒരട്ടം പറഞ്ഞു, ഞാൻ ഒരാളെ കുറിച്ച് റീബത്ത് പറയില്ല, ഇനി വല്ലാതെ പറയാൻ മുട്ടാണ് അപ്പൊ ശിഷ്യന്മാരൊക്കെ ആകാൻ എന്താണ് തങ്ങൾ നിങ്ങളീ പറയണേ, പെറ്റുമ്മാനെയാണോ നിങ്ങളിപ്പോ റീബത്ത് പറയണേ? അതിൽ ഹസൻ ബസരി തങ്ങൾ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്, ഏതായാലും ഗീബത്ത് പറയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത നല്ല കർമ്മൊക്കെ കൊടുക്കുന്നില്ല, നമ്മക്കണ്ട് എട്ടിക്കോട്ടെ, നാട്ടുകാർ കൊടുക്കണ്ടല്ലോ. പോയിന്റാണത്. ഞാൻ ഈ ചീത്ത പറയുന്ന ടീമിനോട് പറയട്ടെ, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഉസ്താദിന് കൊടുത്തുന്നതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഒരു വിഭാഗം ആളുകളെ നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുപോയി. സ്വഹാബത്തിനോട് ചോദിച്ചു, മൽ മുഫ്ലിസു യാ റസൂൽ, മൽ മുഫ്ലിസു, ആരാണ് പാപ്പരായവർ? പാപ്പരായവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യത്തിന് സ്വഹാബത്ത് പറഞ്ഞു, മല്ല ദിർഹമ വലാ ദീനാറ യാ റസൂലല്ലാഹ്. കയ്യിൽ കാശില്ലാത്തവരല്ലേ നബിയെ പാപ്പരായവർ? അല്ല അല്ല, കയ്യിൽ കാശില്ലാത്തവരല്ല പാപ്പരായവർ. നല്ല നല്ല കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ കോർട്ടിലേക്ക് ചെന്നിട്ട്
ചെയ്ത അഅ്മാലുകളെ പ്രതിഫലം കാണാതെ അന്തം വിടുന്ന ഒരു ടീമുണ്ട് നാളെ മഹ്ശറയിൽ. അങ്ങനത്തെ ആളുകളാ ഏറ്റവും വലിയ പാപ്പരായവരെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ എന്റെ സഹോദരിമാരോട്, എന്റെ ഉമ്മമാരോട്, എന്റെ രക്ഷിതാക്കളോട് വിനയത്തോടുകൂടെ പറയട്ടെ, നമ്മുടെ നാവ് കൊണ്ട് ഒരാളെ കുറിച്ചും ഗീബത്ത് പറയരുത്. അപ്പൊ അങ്ങോട്ട് പറഞ്ഞില്ലേ, പറയണോനാണ്ട് പറഞ്ഞോട്ടെ, നമ്മൾ അങ്ങോട്ടൊന്നും പറയണം, ഒരു അപരാധവും പറയും. അപ്പൊ പിന്നെ നമ്മക്കൊരു ചോദ്യം, ഇള്ളയല്ലേ പറയും, ഇള്ളു പറയണീനാ ഗീബത്ത് എന്ന് പറയും, ഉള്ളത് പറയുന്നതിനാ ഗീബത്ത് എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ കള്ളെന്നാ പറയാം, കളവ് പറയാം. അപ്പൊ ഈ ഉള്ളത് പറയാൻ, ഉള്ളതൊക്കെ പറയാനുള്ളതല്ല, കേട്ടതൊക്കെ പ്രചരിപ്പിക്കാനുള്ളതല്ല. സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു. മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ കള്ളനാവാൻ ഏറ്റവും ചുരുങ്ങിയത് കേട്ടത് പറഞ്ഞാൽ തന്നെ അവന് കള്ളനാവാൻ മതി എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്കറിയാലോ, നമ്മളെല്ലാവരും പഠിച്ചത് തഖ്വ. തഖ്വയിൽ ജീവിക്കണമെന്ന് എല്ലാ മൂല്യന്മാരും പറയും, എല്ലാ ടീമും പറയും തഖ്വയിൽ ജീവിക്കണം. എന്താ ഈ തഖ്വ? പല അഭിപ്രായം പല ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു തഖ്വക്ക് ഒരു വിവക്ഷ പറയുന്നു. എന്താണ് തഖ്വ? അല്ലാ യജിദൽ ഖൽഖു ഫീ ലിസാനിക ഐബാ. ഇതാണ് തഖ്വ. തഖ്വയ്ക്ക് 3 ഘട്ടമാണ്. ഒന്ന്, അല്ലാ യജിദൽ ഖൽഖു ഫീ ലിസാനിക ഐബാ. നിന്റെ നാവിനെ കുറിച്ച് നിന്റെ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ സൃഷ്ടികളായ ആളുകൾക്ക് നിന്റെ നാവിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ടാവുക. നിന്റെ നാവിനെ കുറിച്ച് മോശമായ അഭിപ്രായം നിന്റെ നാട്ടുകാർക്ക് പ്രകടിപ്പിക്കാനില്ല എങ്കിൽ ആ വിഷയത്തിൽ നീ തഖ്വയുള്ളവനാണ്. ഓ എന്റെ ഉമ്മമാരെ, നാവിനെ സൂക്ഷിക്കണമെന്നുള്ളത് ഭർത്താവിനോട് മാത്രമല്ല, ഭാര്യയോട് മാത്രമല്ല, എവിടെയെല്ലാം നമ്മൾ ഇടപഴകുന്നുണ്ടോ എല്ലാ ആളുകളോടും നല്ല നാവ് കൊണ്ടുള്ള വർത്തമാനം പറയുക എന്നത് തഖ്വയുടെ 1ാമത്തെ ഘട്ടമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. നാവ് സൂക്ഷിക്കുക, നാവിനെ കാത്തോളുക. ഞങ്ങളെ നാട്ടില് ഒരു പെണ്ണൊരു ഒരു മാപ്പിളയും കൂടി തെറ്റിയാ ഒരു നാവിനെ സൂക്ഷിക്കാൻ തീരുമാനിച്ചു. മിണ്ടിക്കഴിഞ്ഞാൽ ചീത്താറി രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഓളങ്ങോട്ടും പറയും ഓങ്ങോട്ടും പറയും, മാപ്പിളയും പെണ്ണും. അപ്പൊ ഓലെ തീരുമാനിച്ചു, എടാ ഇവിടെ എങ്ങനെ വിളിച്ചത്, മാപ്പിള എങ്ങനെ പെണ്ണുങ്ങളെ വിളിച്ചത്, വിളിക്കലില്ല. എന്താ ഇവിടെ വിളിക്കലില്ല, നിങ്ങളെന്താ വിളിക്കലാചാര മനുഷ്യ? ആരെ പിന്നെ ജിന്നുകൾ പോലെ പോയി കട്ടി. ഇതൊക്കെ ഈ പെണ്ണുങ്ങന്മാര് നമ്മളൊന്ന് അളക്കാൻ വിളിച്ചാന്നാ തോന്നട്ടെ. ഇനിയും വിളിച്ചതിന്റെ ഇടയ്ക്ക് മനുഷ്യാണ്. അതൊന്നൊരു നല്ല ആയിക്കോട്ടെ, ഇനി പോലെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിഞ്ഞി അതിനൊരു പ്രതിഷേധം ഒന്നും അറിയിക്കണ്ട, ഒപ്പിച്ചിങ്ങനെ പോകാം, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഇവർ രണ്ടാളും തെറ്റിയ പോലെ ആണെങ്കിൽ നമ്മളെ ചീത്ത പറയാം. ഞാൻ നിങ്ങളോട് മുണ്ടണില്ല, മനുഷ്യങ്ങളിനോട് മുണ്ടണ്ട തീരുമാനാക്കി. അപ്പൊ പിന്നെ നിങ്ങൾ വിചാരിച്ചു വിഷയങ്ങളൊക്കെ നടക്കണ്ടോ? സംഭവം എല്ലാം നടക്കുന്നുണ്ട്, അതിനൊന്നൊരു മാറ്റം. ചായ കുടിയും ചോറുകയും തുണിങ്ങുപ്പാൻ തിരുമ്പലും ഒക്കെ നടക്കണം. ഇപ്പൊ രണ്ടാളും മുണ്ടൂല തീരുമാനിച്ചു. അങ്ങനെ അപ്പൊ നിങ്ങള് ആലോചിക്കാം, പിന്നെ വിഷയമൊക്കെ നന്നായി. ഇയാൾക്കുള്ള ചായ വേണമെങ്കിൽ ഇയാളൊരു ചെറിയ എഴുത്തേനും എനിക്കൊരു ഗ്ലാസ് ചായ വേണം, ഒന്ന് കൊണ്ടുതരുമോ? എന്നിട്ടൊരു എഴുതി കൊടുക്കും. ഓള് വായിക്കും, ഓ ചായ വേണല്ലോ, ആക്കിയിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങോട്ടൊരു എഴുത്ത്, ചായ ഉണ്ട് മേശപ്പുറത്ത് പോയി കുടിച്ചോളിയാണ്. അങ്ങനെ ഓരോ രണ്ടാളും അങ്ങനെ. ഇയാൾക്ക് തുണിങ്കുപ്പായൊക്കെ തിരുമ്പാണെങ്കിൽ തുണിങ്കുപ്പായൊക്കെ പറ്റായിട്ടായിക്കൊണ്ട് ചെന്ന് തിരുമ്പിക്കൊണ്ടാണ് അങ്ങോട്ടൊരു എഴുത്ത്.
അപ്പോൾ ഇങ്ങോട്ട് എഴുത്ത് സോപ്പും പൊടിയൊക്കെ തരുക നിങ്ങളെ വാപ്പ കൊണ്ടുവരണം ഇങ്ങോട്ട് എഴുത്ത്. ഇങ്ങനെ ഓല് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കഴിച്ചുകൊണ്ടിരിക്കും. ഇയാൾക്ക് പെട്ടെന്ന് എടുക്കോ ദൂരത്തേക്ക് ഒരു യാത്ര പോകണം. യാത്ര പോകാൻ നേരത്ത് രാവിലെ നീക്കണല്ലോ 4 മണിക്ക് എണീക്കണം. അപ്പൊ ഈ പെണ്ണിനോട് എഴുത്തേരി കൊടുക്കുക, എനിക്ക് നാളെ തിരുവനന്തപുരത്തേക്ക് 10 മണിക്ക് എത്തണേ, 4 മണിക്ക് എണീച്ചു പോകണം, 4-5 മണിക്കുള്ള ട്രെയിൻ കിട്ടുള്ളൂ, ദയവ് ചെയ്ത് വിളിക്കണേ. അങ്ങനെ എഴുത്ത് കൊടുത്ത ധൈര്യത്തിൽ ഇയാള് കടന്നു. സുബ്ഹാനല്ലാഹ്, എന്ന് 6 മണിക്കാണ് നീക്കണ ഈ ചേക്കാൻ. അന്ന് എണീച്ചത് 8 മണിക്ക്. ഇങ്ങോട്ടും പ്രസർ ഇടകി ഇങ്ങനെ വരുമ്പോ ഈ പെണ്ണൊരു എഴുത്തല്ലേ ഞാൻ തല്ലാൻ പേരന്റെ തലയാണ്ട് തൊട്ട് പോയി നോക്കി. എഴുത്ത് നോക്കി അയാള് പോയി തലയാണ്ട് തൊട്ട് പോയപ്പോ അവിടെ ഉണ്ട് ഒരു എഴുത്ത്. സമയം 4 മണിയായിട്ടുണ്ട്, എണീറ്റ് പോയിക്കോളി. പിന്നെ പോലെ തീരുമാനിച്ചു നമുക്ക് ചീത്ത പറഞ്ഞാലും പണ്ടിനെ മുണ്ടി പോവാന്ന്. കാരണം ഇപ്പൊ ഇതിങ്ങനെ എഴുതിയിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. നാവ് ഭർത്താവിനോട് പറയുമ്പോഴും ഭർത്താവ് ഭാര്യയോട് പറയുമ്പോഴും ബാപ്പമാര് ഉമ്മമാരോട് പറയുമ്പോഴും സുബ്ഹാനല്ലാഹ് മക്കളോടൊക്കെ ഏതെല്ലാം ഭാഷയിലാ ചില ആജ്യന്മാര് വർത്തമാനം പറയുന്നത്. ഇവിടുത്തെ ആജ്യന്മാരല്ല, തൊള്ളി തോന്നാത്ത വർത്താനം ചെറിയ കിളുന്ത് മക്കളോട് പറയും. എന്നിട്ട് ആ കുട്ടികൾ പിന്നെ നഴ്സറിയിൽ പോയിട്ട് അത് പ്രയോഗിക്കുമ്പോ ആ കുട്ടിയൊക്കെ തല്ലിട്ട് ശരിക്കും തല്ലണ്ട ഈ തന്തര. ഇയാള് വീട്ടിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ വീട്ടിലുണ്ടായ കുരുമാന്റെ പേരിൽ തൊള്ളി തോന്നാത്ത വർത്താനം പറയാം. എന്നിട്ട് ആ കുട്ടികൾ പഠിക്കും. മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞത് അൽ വലദു സിറുൽ വാലിദൈൻ, മാതാപിതാക്കളെ രഹസ്യമാണ് മക്കൾ. മാതാപിതാക്കൾ എങ്ങനെയാണോ അതാണ് മക്കൾ. ഈ കുട്ടികളൊക്കെ കാണാം ചിലപ്പോ തന്ത പാപ്പാനെ തന്തിൻ തള്ളെന്നൊക്കെ വിളി. എങ്ങനെ നമ്മളെ കുട്ടികൾ പഠിച്ചു? എങ്ങനെ നമ്മൾ പഠിച്ച കുട്ടികൾ എങ്ങനെ പഠിച്ചു? അതിന്റെ കാരണം നമ്മൾ ഈ രക്ഷിതാക്കൾ തന്നെ. നമ്മളെന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പണക്കം ഉണ്ടാവുമ്പോ ഉമ്മനോട് പോയി ചായ ചോദിക്കും കുട്ടി, ഉമ്മ ചായ തരും. അന്റെ തന്തനോട് പോയി ചോദിച്ചു, കുട്ടിയെ പഠിച്ചു. അപ്പൊ ഈ കുട്ടി ഇതാണ് ആ പാസ്സാവല്ലേ തന്താണ് സാധനം. ആന വാപ്പാന്റെ അടുത്ത് പച്ചിയെ ഉമ്മ അങ്ങനെ തന്തന്റെ അടുത്ത് പോയി ചോദിക്കാൻ മനക്കണം എന്താക്കണ്ടേ, അല്ലെങ്കിൽ എന്റെ തള്ള കുറച്ച് കൂടുതലാ, കുട്ടി തള്ളാന്നും പഠിച്ചു. നമ്മളെ കുട്ടികളെ നാവിന് നമ്മളാണ് കേടുവരുത്തുന്നത്. നമ്മുടെ ജീവിതത്തിന് നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പിന്നെ കുറവാ. കുറെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല ഉസ്താദന്മാര്. പരപ്പനങ്ങാടി സ്വഭാവ ചില ഉസ്താദന്മാരാണ് നാവിലൂടെ ചീത്ത പറയണ ഉസ്താദന്മാർ. ഇപ്പൊ വളരെ ഉസ്താദ് ഉസ്താദ് അത്യാവശ്യം നല്ല മനുഷ്യനാണ്. മദ്രസ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഉസ്താദന്മാരെ ചീത്ത പറയും. ഇവിടുത്തെ സ്വതസ്ഥാനങ്ങൾ വെറുതെ ഒന്നും അവാർഡ് കൊടുക്കൂല. നിങ്ങൾക്കറിയാം, തങ്ങളൊക്കെ നല്ല നല്ല പോലെ വിളിച്ചുകൊണ്ടാണ് തങ്ങൾ ആ കോല അവാർഡ് കൊടുത്തത്. ചീത്തറിനൊക്കെ ആരാ അവാർഡ് കൊടുക്കരുത്. അള്ളാഹു ഉസ്താദിന്റെ സേവനൊക്കെ സ്വീകരിക്കട്ടെ. ഉസ്താദുമാരായാലും ശിഷ്യന്മാരായാലും അവരുടെ നാവിനോടുള്ള പ്രയോഗം അത് കുട്ടികളെ മനസ്സിൽ വല്ലാതെ എഫക്ട് ചെയ്യും. അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ വേഗം നിർത്തും, സൗണ്ട് പോകുന്നുണ്ട്, പിടിച്ചു വലിക്കണമുണ്ട് നിങ്ങളെ സന്ധ്യ അല്ലേ അല്ലേ. ഇതിങ്ങനെ നാവ് നന്നാക്കി നടക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പഠിപ്പിച്ചു ലിസാനുൽ ലാകിൻ മിൻ വറാഇ ഖൽബിഹി. യഥാർത്ഥ ബുദ്ധിമാന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ്. ഏതൊരു കാര്യം പറഞ്ഞാലും നല്ലപോലെ ആലോചിച്ചിട്ടേ വർത്തമാനം പറയാവൂ. ഓ എന്റെ ഉമ്മമാരെ, നമ്മളെ യഥാർത്ഥ തഖ്വയുള്ളവരാവണമെങ്കിൽ മുത്തഖീങ്ങളാവണമെങ്കിൽ അല്ലാ യജിദൽ ഖൽഖു ഫീ ലിസാനിക ഐബാ, നിന്റെ നാവിനെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല അഭിപ്രായം വേണം. കഴിഞ്ഞോ? ഇല്ല ഇല്ല. തഖ്വയുടെ രണ്ടാമത്തെ പടിയുണ്ട്. വലൽ മലായികതു ഫീ അഫ്ആലിക ഐബാ,
നിന്റെ പ്രവർത്തനങ്ങളിൽ പോരായ്മകൾ വരാതിരിക്കുക. തഖ്വയുടെ രണ്ടാമത്തെ പടി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങളെ നാട്ടിൽ കുറെ മുമ്പ്, വളരെ കുറെ മുമ്പ് ഒരു അദ്വാക്ക ഉണ്ടായി. അദ്വാക്ക ഇനിയിപ്പോ അത് പോയി കാണി ചോദിക്കാൻ നിൽക്കണം. അദ്വാക്കാക്ക് ഒരു സ്വഭാവം, എല്ലാ ദിവസവും അയാൾ വെള്ളടിക്കും, കള്ളു കുടിക്കുമ്പോ ചെറുപ്പക്കാരും ഉണ്ടാവും ചിലപ്പം കൂട്ടത്തിൽ. അദ്വാക്കാന്റെ കള്ളുടിക്കൊരു പ്രത്യേക രൂപ. അയാള് വലത്തെ കാജോണ്ടേ കുടിച്ചോളൂ, ബിസ്മി ചൊല്ലാൻ മറക്കൂല, 2 സുന്നത്തും മൂപ്പരെടുക്കും. അങ്ങനെ കുടിക്കുമ്പോ ഇയാള് വലത്തെ കൈ കൊണ്ട് കുടിക്കുമ്പോ ഇടത്തെ കൈ ഇങ്ങനെ ഇങ്ങനെ കുലുക്കണ കാണാം, അങ്ങനെ ഇങ്ങനെ മനസ്സിലായി. അപ്പോ കുട്ടിയൊക്കെ ഇങ്ങനെ സംശയിച്ചപ്പോ അതൊക്കെ അങ്ങനെ കുടിച്ചു. എന്താ അതൊക്കെ അങ്ങള് വലത്തെ കച്ചുകൊണ്ട് കുടിച്ചു, ഇടത്തെ കച്ചുകൊണ്ട് ഇങ്ങനെ കുലുക്കണീന്റെ കാര്യം എന്താ? അതിൽ അതൊക്കെ അടുത്തേക്ക് എന്താ ഒന്നുമല്ല, ഈ തിന്മയൊക്കെ ചെയ്യുകയാണെങ്കിൽ അടുത്തേ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വലാ മലികുൽ അർശി ഫീ സിർരിക ഐബാ, നിന്റെ രഹസ്യമായ ജീവിതങ്ങളെ കാണുകയും നിന്റെ രഹസ്യങ്ങളെല്ലാം അല്ലാഹു തആലയാകുന്ന രക്ഷിതാവ് കാണുന്നുണ്ടല്ലോ. ആ രക്ഷിതാവ് നിന്റെ രഹസ്യത്തിലേക്ക് നോക്കുമ്പോൾ പരസ്യമായ നിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട പോലെ നിന്റെ രഹസ്യമായ ജീവിതം മെച്ചപ്പെടുമ്പോഴേ നീ തഖ്വയുള്ളവനാവൂ. ഓ എന്റെ ചെറുപ്പക്കാരെ, യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ, നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ കാണുന്ന ഒരു റബ്ബുണ്ടല്ലോ, നിന്റെ ജീവിതം നിരീക്ഷിക്കുന്ന ഒരു റബ്ബുണ്ടല്ലോ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നബിയേ നിങ്ങളെ രക്ഷിതാവ് എല്ലാം കാണുന്നവനാണ്. ഈ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് മാത്രമായില്ല, നേരെ മറിച്ച് മലായിക്കത്തുകളെ നമ്മളെ ബോധ്യപ്പെടുത്തണം. യജമാനനായ റബ്ബ് തആല കാണുമോ എന്ന് പേടിയും വേണം. അറിയോ, ബഹുമാനപ്പെട്ട ഇമാം ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ശിഷ്യനുണ്ട്, ഉത്ബത്തുൽ ഉലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രധാന ശിഷ്യൻ. ചില ഉസ്താദുമാർ അത് ഹസൻ ബസ്രിയാണെന്ന് ഉദ്ധരിക്കാറുണ്ട്, പക്ഷേ ഹസൻ ബസ്രി അല്ല എന്ന് പറയലാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഉത്ബത്തുൽ ഉലാം എന്ന് പറയുന്ന ഒരു ശിഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കം വളരെ മോശമായി. അദ്ദേഹം നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളെയും ശല്യം ചെയ്യുന്ന ഒരു സ്വഭാവം. അങ്ങനെ ഉത്ബത്തുൽ ഉലാം എന്ന് പറഞ്ഞ ഈ ശിഷ്യൻ ഓവുവാലത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഉത്ബത്തുൽ ഉലാം റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലൂടെ ഒരു സുന്ദരിയായ പെണ്ണ് നടന്നുപോയി. ആ പെണ്ണിന്റെ 2 കണ്ണ് മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. കണ്ണ് കണ്ടപ്പോൾ തന്നെ ഉത്ബത്തുൽ ഉലാമിന് മനസ്സിലായി പെണ്ണ് അത്യാവശ്യം സൗന്ദര്യമുള്ള പെണ്ണ് ആയതുകൊണ്ട് തന്നെ ഉത്ബത്തുൽ ഉലാം റളിയല്ലാഹു അൻഹു ഈ പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നുപോയി. കുറെ നടന്നപ്പോ ഈ പെണ്ണ് തിരിച്ചു ചോദിച്ചു, അമ്മാ തസ്തഹി, നിനക്ക് ലജ്ജയില്ലടോ, നിനക്ക് ലജ്ജയില്ലേ അന്യ പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ വരാൻ? ബഹുമാനപ്പെട്ട ഉത്ബത്തുൽ ഉലാം റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനോട് തിരിച്ചു ചോദിച്ചു, മിമ്മൻ നസ്തഹി, ഞാൻ ആരിൽ നിന്ന് ലജ്ജിക്കണം? എന്നെ നോക്കാൻ ആരുമില്ലല്ലോ, എന്നോട് ചോദ്യം ചെയ്യാൻ എന്റെ കുടുംബമില്ലല്ലോ, നിന്റെ പിന്നാലെ വന്ന് നിന്നെ നോക്കുന്നതിൽ നിന്ന് ഒരാളെയും എനിക്ക് പേടിയില്ല, പിന്നെന്തിന് ഞാൻ ലജ്ജിക്കണം? ഉടനെ തന്നെ ആ പെണ്ണ് പറഞ്ഞു, മിമ്മൻ യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്ന റബ്ബിന് നിനക്ക് ഓർമ്മയില്ലേ?
ആ റബ്ബ് കാണുമെന്ന ബോധം വേണ്ടയോ? ആ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമെന്ന ബോധം വേണ്ടയോ? മഹാനായ ഉത്ബത്തുൽ റളിയല്ലാഹു അൻഹു ആദ്യം ഇതങ്ങ് കേട്ടപ്പോൾ ഒന്ന് സ്തംഭിച്ചു പോയെങ്കിലും വീണ്ടും പിന്നാലെ പെണ്ണിന്റെ പിന്നാലെ തന്നെയാണ്. ഒരുപാട് യാത്ര ചെയ്തു. ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് എത്തിയ ഉടനെ പെണ്ണ് ചോദിച്ചു, നിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ ആഗ്രഹം എന്താണ്? നിങ്ങളെ ആവശ്യം എന്താണ്? ഉത്ബത്തുൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ പെണ്ണേ, നിന്റെ കണ്ണ് വല്ലാത്ത സൗന്ദര്യമുള്ള കണ്ണാണല്ലോ. ആ കണ്ണ് കണ്ടുകൊണ്ട് നിന്റെ മുന്നാലെ വന്നതാണ്. ആ കണ്ണ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഉത്ബത്തുലുലാമിന്റെ വാക്ക് കേട്ട നേരം ഈ പെണ്ണ് പറഞ്ഞു, എന്നാ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ആ പെണ്ണതാ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. മണിക്കൂറുകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ഉത്ബത്തുലുലാമിന്റെ അടുക്കലേക്ക് ആ വീട്ടിലുള്ള ഒരു സർവന്റായ പെണ്ണ് കടന്നു വരുന്നു. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. പെട്ടി ബഹുമാനപ്പെട്ട ഉത്ബയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ യജമാനത്തിന് നിങ്ങൾക്ക് നൽകിയതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും ഇതിലുണ്ടല്ലോ. ഉത്ബത്തുലുലാമിന് വല്ലാത്ത പ്രതീക്ഷയായി. കാരണം ഞാൻ ആഗ്രഹിച്ച പോലെ ഈ പെണ്ണിന്റെ ശരീരം എനിക്ക് വഴിപ്പെട്ട് തരികയാണോ? അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നതാണോ? ഉത്ബത്തുലുലാം റളിയല്ലാഹു അൻഹു പെട്ടി അങ്ങ് തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണ് കൊടുത്ത പെട്ടിക്കകത്തുള്ളത് 2 കണ്ണുകളതാ ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. ചുഴിന്നെടുത്ത 2 കണ്ണുകളാണ്. എന്നിട്ട് അതിന്റെ പിന്നാലെ ഒരു എഴുത്തുമുണ്ട്, നിങ്ങൾ എന്റെ 2 കൊണ്ട് കണ്ണുകൊണ്ടല്ലേ ഫിത്നയായത്. ആ 2 കണ്ണ് ഇനി എനിക്ക് വേണ്ടല്ലോ. ഈ 2 കണ്ണ് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉത്ബയിലേക്ക് കത്തും കൈമാറുകയാണ്. ആ പെണ്ണിന്റെ പ്രവർത്തനം കാരണം കൊണ്ട് പിന്നീട് ഉത്ബ റളിയല്ലാഹു അൻഹു ഔലിയാക്കന്മാരുടെ മർത്തബയിലേക്ക് കടന്നു വരികയാണ്. എല്ലാം അറിയുന്ന റബ്ബിനെ കുറിച്ചുള്ള ചിന്തയിലേക്ക്. ഓ എന്റെ മക്കളെ, ഉത്ബത്തുലുലാം തങ്ങളെ കടന്നു വരികയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെയോ? മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നോക്ക്. ഇബ്നു മസ്ഊദ് തങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരുന്നു. എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ നബിയേ, ഒരു മനുഷ്യൻ ഖബറിലേക്ക് ചെന്നാൽ ഇതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിട്ട് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് മാത്രല്ല. നിങ്ങൾ കുറെ വയത് കേട്ടതല്ലേ. ഇന്നലെ ഇപ്പൊ എത്ര മണിക്ക് ഇന്നലെ പിരിഞ്ഞ നമ്മൾ എപ്പോഴാ തുടങ്ങി? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, മാ അവ്വലുമാ യൽക്കൽ മയ്യിതു ഇദാ ദഖല ഖബറഹു. ഓ എന്റെ ചെറുപ്പക്കാരെ, ഈ ഹദീസ് നമ്മൾ നല്ലവണ്ണമെന്ന് ആലോചിച്ചു നോക്കണം. ഓ എന്റെ ഉപ്പമാരെ, നമ്മൾ ചിന്തിക്കണം. ഓ എന്റെ ഉമ്മമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഇബ്നു മസ്ഊദ് തങ്ങൾ വന്ന് ചോദിക്കുകയാണ്, നബിയേ, ഒരു മനുഷ്യന് ഖബറിലേക്ക് ചെന്നാൽ ആ ഖബറിലുള്ള ആദ്യത്തെ അനുഭവം ഏതാണ്? മാ അവ്വലുമാ യൽക്കൽ മയ്യിതു ഇദാ ദഖല ഖബറഹു. ഒരു മയ്യത്ത് ഖബറിലേക്ക് ചെന്നാൽ ആ മയ്യത്തിന്റെ ആദ്യത്തെ അനുഭവം ഏതാണ്? ഈ ചോദ്യം കേട്ട നേരം ഹബീബായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി
നബി തങ്ങൾ ഇബ്നു മസ്ഊദിനോട് ചോദിക്കുകയാണ്, പറയുകയാണ്, ഓ ഇബ്നു മസ്ഊദ് തങ്ങളെ, മാ സഅലനി, റസൂലുള്ളാഹി തങ്ങൾ വിവരിക്കുകയാണ്, അല്ല അല്ല, വ അവ്വലു മാ യഅതീഹി മലകുൻ ഇസ്മുഹു റൗമാൻ. ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുമ്പോൾ, ഓ എന്റെ പൊന്നുമോനെ, ആ മയ്യത്തിന്റെ അടുക്കലേക്ക് ഒരു മലക്ക് കടന്നു വരാനുണ്ട്, ഒരു മലക്ക് കടന്നു വരാനുണ്ട്. ആ മലക്കിന്റെ പേരെന്തെന്നറിയോ? മുൻകർ നക്കീർ അലൈഹിമസ്സലാമല്ല. ആ രണ്ടും മലക്കുകൾ വരുന്നതിന് മുമ്പ് ഒരു മലക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ. മലക്കിന്റെ പേര് ഇസ്മുഹു റൗമാൻ. ആ മലക്കിന്റെ പേര് റഹ്മാനാണ്. റഹ്മാൻ അലൈഹിസ്സലാം എന്നൊരു മലക്ക് നമ്മുടെ ഖബറിലേക്ക് വരും. നമ്മുടെ മദ്രസയിൽ നമ്മളെ കേട്ട് പരിചയമില്ലെങ്കിലും മദ്രസയിലുള്ള വിജ്ഞാനം കൊണ്ട് എല്ലാം തികഞ്ഞു എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. എല്ലാം തികയുന്നില്ല. വിജ്ഞാനം ഒരു സാഗരമായി നിലയുറപ്പിക്കുകയാണ്. നമ്മൾ കഴിയുന്ന പരമാവധി പഠിച്ചുണ്ടാക്കിക്കോളണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പൊതുപരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഒക്കെ തികഞ്ഞ്. 5ാം ക്ലാസ്സിലെ സമസ്തന്റെ എന്താണ് സർട്ടിഫിക്കറ്റ് കിട്ടി. എന്നാ പിന്നെ ഓന് എന്ത് തോന്നിയ സ്വന്തം. ഇത് നമ്മളെ കുട്ടികളെ വിജ്ഞാനം, അറിവിന്റെ ഹുങ്ക. അതിന്റെ അപ്പുറത്തേക്ക് പഠിക്കണമെന്നോ എന്റെ ഭാവി എന്താവണമെന്നോ ഒരു ആലോചന നമ്മൾ ഒരു കുട്ടിയേക്കില്ല. പണ്ടൊക്കെ നമ്മള് ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോഴേ നമ്മളെ മറച്ച് പഠിപ്പിക്കുന്ന ഉസ്താദ്മാര് ചോദിച്ചിന്, മോനെ നിനക്ക് ആരാവാൻ ആഗ്രഹം? ഭാവിയിൽ ആരാകാൻ? നിങ്ങൾ ആരാകണമെന്നാ പറഞ്ഞു? തങ്ങളാകണമെന്ന. തങ്ങളാദ്യം ഞങ്ങൾ തന്നെയാണ്. അല്ല, ആരായാലൊന്ന് ചോദിക്കും, മോനെ ആരാകാൻ ആഗ്രഹം? അപ്പൊ നമ്മൾ പറയുന്നത് എനിക്ക് പോലീസ് ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. ഇങ്ങോട്ട് ചോദിച്ചു എന്താവണം? ഞാൻ എന്താ കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം. നാളിഞ്ഞോട് കൂറ്റമ്പാറ ഉസ്താദ് പറഞ്ഞു, അള്ളാഹു ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. കൂറ്റമ്പാറ ഉസ്താദ്, ഞാൻ ബാക്കി മൂല്യരായിട്ടില്ലെങ്കിൽ പിന്നെ ആരാക്കാരൻ? ഞാൻ ആലോചിച്ചിട്ട് പലതും പറഞ്ഞു കൊടുത്തു. അതൊന്നല്ല, ഞാൻ ഈ നിലമ്പൂര് കാട്ടിലെ ചന്ദനവേട്ടന്റെ മെയിൻ ആളാക്കാരെന്നാണ്. അള്ളാഹു ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. പഴയ കാലത്തെ ആളുകളൊക്കെ ചോദിച്ചിട്ട് ടീച്ചർമാരൊക്കെ ചോദിക്കുക ആരാകാനാകും. ഇന്ന് കുട്ടികളെ ചോദിച്ചു നോക്കി അങ്ങനത്തെ ഒരു മറുപടി ഉണ്ടാവും, ചോദ്യമോ കുറവ്. അപ്പൊ ഇതിന്റെ അടുക്കതാ ടിന്റുമോനോട് ടീച്ചർ ചോദിച്ചാലോ, ടിന്റുമോനെ നിനക്ക് ആരാകാൻ ആഗ്രഹം? ടിന്റുമോന്ന് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു ചൊല്ലണ്ട, അത്ര നല്ല കോണുള്ള ചക്കനൊന്നും അല്ല. ടിന്റുമോനോട് ചോദിച്ചാ എനിക്ക് ആരാകാൻ ആഗ്രഹം? അപ്പൊ ടിന്റു പറഞ്ഞു, എനിക്ക് എന്റെ അച്ഛനെ പോലെ പൈലറ്റ് ആകാനാണ് ആഗ്രഹം. അപ്പൊ ടീച്ചർ അത്ഭുതപ്പെട്ടു, ഓ നിന്റെ അച്ഛൻ പൈലറ്റ് ആണോ? അല്ല, അച്ഛന്റെ ആഗ്രഹം അതേ, അച്ഛനായിരം ഞാനാവൂല. ഒരു ബോധമല്ലല്ലോ നമ്മളെ കുട്ടിയേക്ക്. പുതിയ തലമുറകൾക്ക് വിജ്ഞാനം എന്താന്ന് അറിയില്ല. മദ്രസയിലെ വിവരം തീർന്നു. ഇനിയിപ്പത്തെ മദ്രസയാണെങ്കിൽ ഒന്ന് പറയും, ചെറിയ 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 കുഞ്ഞുമക്കളോട് വന്യവയോഗ്യരായ ആലിമീങ്ങളെ കുറിച്ച് ഗീബത്ത് പറയാൻ കുറെ മദ്രസ. അങ്ങനത്തെ ഒരു മദ്രസ നമുക്ക് വേണോ? വേണ്ടെങ്കിൽ പുതിയ നമുക്ക് തുടങ്ങണ്ടേ? തുടങ്ങിയത് അല്ലാഹു വിജയിപ്പിച്ചേരട്ടെ. നല്ല നീയത്തിന് ഞാനും ചോദിച്ചങ്ങൾ തരുമോ? വേണ്ടാന്ന് പറഞ്ഞോണ്ടായില്ലേ, നമുക്ക് തുടങ്ങാൻ എന്തെങ്കിലും വേണ്ടേ? 1000 രൂപ ഞാൻ തരാം ഉസ്താദ്, മദ്രസന്റെ പണിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റിന് ഞാൻ തരാം 1000 രൂപ. നമ്മളെ കുട്ടികളെ കൊണ്ട് ആക്രം പൊളിച്ചാകണം. ഈ കുട്ടികളെ ആനിമീങ്ങളെ തിന്നുന്ന കുട്ടികളാകാൻ പാടില്ല. അത്രേ ഞങ്ങൾ SSFർക്ക് ആഗ്രഹമുള്ളൂ. നിങ്ങളെ സിലബസ് ഒന്നും മാറ്റണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന കുട്ടികളായി വളരണം. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം പിതനെ നാട്ടിലറിയാം. ചെറിയ കുഞ്ഞുമക്കൾ, ചെറിയ മക്കൾ വർത്തനം കേട്ട് വെച്ച് എപ്പിസ്ഥാനൊക്കെ ബന്നെ മടിയിലിട്ടാ പേരെടുത്ത്.
ശംസുലമയെ കുറിച്ച് ചെറിയ മക്കൾ. ആലിമീങ്ങൾ പരസ്പരമുള്ള ചർച്ചകൾ എങ്ങനെ നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് എത്തി? അതിനുണ്ട് തലയിലും കെട്ടിട്ട് കുറച്ച് മൂല്യന്മാര്. അള്ളാഹു ഓർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. വേറെ കുറെ ഉണ്ട് കള്ളത്തൊരീകത്ത്. ഇപ്പൊ ഒരു കോന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇറങ്ങി കള്ളത്തൊരീകത്ത്. ഓൻ പറഞ്ഞു എന്റെ സൗണ്ട് പോയത് ഞങ്ങളെ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയാണ് ഇച്ച് മുണ്ടാൻ പറ്റും. ഞാൻ നല്ലോ പറയും. ഒരു ത്വരീകത്തേറുണ്ട്, ഞങ്ങളെ പേര് പറയും, ഖുർആനി ഹിഫ്ളാക്കിക്കണ. അയാള് വരട്ടോ, അയാളെ മുരീദന്മാരോട് കറാമത്ത് പറഞ്ഞു, ഞാൻ പാസ്പോർട്ട് എടുക്കാതെ ഹജ്ജിന് പോയിട്ടുണ്ട്. പാസ്പോർട്ട് എടുക്കാതെ ഹജ്ജിന് പോയിട്ടുണ്ട്. മുരീദന്മാരൊക്കെ ആകെ അത്ഭുതപ്പെട്ടു. അതെങ്ങനെയാണ് ഷെയ്ഖ്? ഞാൻ ഒറ്റക്കൊന്നുമല്ല, എന്റെ കൂടെ ഷെയ്ഖ് ജീലാനി, ഷെയ്ഖ് റിഫായി, അഹ്മദ് കബീർ റിഫായി, ഇങ്ങനത്തെ മഹാന്മാരൊക്കെ ഉണ്ട്. മരിച്ചതുകൊണ്ട് പിന്നെ നമ്മൾ പോയി ചോദിക്കൂലല്ലോ. എ പി ഉസ്താദും അതല്ലെങ്കിൽ പേരോടുസ്ഥാനൊക്കെ പറയണേ നമ്മൾ പോയി ചോദിക്കും. അങ്ങനെ ഉണ്ടായിക്കൊണ്ട്. അപ്പൊ ഇയാള് പറഞ്ഞ ഇയാളെ കറാമത്ത് പറഞ്ഞത്, അയാളെ കറാമത്ത് എന്താ? ഇങ്ങനെ പാസ്പോർട്ട് ഇല്ലാതെ ഉംറക്കും ഹജ്ജിനൊക്കെ പോക്കുണ്ട്. അപ്പൊ ചോദിച്ചാൽ എങ്ങനെയാ പോക്ക്? അത് പോകാൻ നേരത്തെ ഒരു പ്രത്യേക പക്ഷി എന്റെ വീട്ടിലേക്ക് വരും. ഒരു പ്രത്യേക പരുന്തു മോഡൽ ഒരു പക്ഷി വരും. എന്നിട്ട് എന്നെ ഇതിന്റെ മേലെ ഇരുത്തിയിട്ട് അങ്ങ് ഹറമക്ക് പറക്കും. ഹജ്ജൊക്കെ കഴിഞ്ഞ ആ പക്ഷി എന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഇത് പറഞ്ഞ ഷെയ്ഖ് ഇപ്പൊ 3-4 കൊല്ലായിട്ട് പാസ്പോർട്ട് എടുത്തേക്കണം. ഞാൻ ചോദിച്ചാൽ പക്ഷിന്റെ ചത്തുപോയോ? എന്നിട്ട് വർത്താനങ്ങനെ കേട്ട് ഏതെങ്കിലും കറാമത്തിന്റെ ഗോഡൗൺ പോയമായി തൊള്ളി തോന്നിയ കറാമത്ത്. അണ്ട് അതിനെ എതിർത്തപ്പോ പിന്നെ പൊന്മൾ ഉസ്താദ് കാഫിർ, പേരോട് ഉസ്താദ് വിദ്യാർത്ഥി. ഓ എന്നിട്ട് ആകെ ഹക്കിന് 4 ആൾക്കാർ ഒരു നീണ്ട ഒരു കൊണ്ട് പറയിപ്പിച്ചാണ്. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ഞമ്മക്ക് ഭീഷണി. ഇന്നലെ വയത് കഴിഞ്ഞപ്പോ ഭീഷണി. ഈ പറഞ്ഞ ടീം ഇപ്പൊ എന്താ കാണാത്ത? ഞാൻ പറഞ്ഞ ചങ്ങ, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഇഞ്ഞും പറയുന്നതാണ്. അള്ളാഹു ഓർക്കും നല്ല ബുദ്ധി കൊടുക്കും. ഞാൻ മറുഭാഗത്തോട് വിനയത്തോടു കൂടി പറയട്ടെ, നിങ്ങൾ ഓല വയല് സംഘടിപ്പിക്കുമ്പോ അതിന് തെക്കുബീറും എല്ലാം പോണൊക്കെ ഓല ടീമല്ലേ? അല്ല, ചില ആൾക്കാർക്ക് എ പി സ്ഥാനം പറഞ്ഞാൽ മതി. എ പി സ്ഥാനം പറഞ്ഞ വേറെ എന്തായാലും കുഴപ്പമില്ല. അതിൽ എല്ലാ ടീമും ഒരേമായ മുജാഹിദ്, തബ്ലീഗ്, പിന്നെ കഴിഞ്ഞോ മാനന്തവാടിയോ ജമാഅത്തെ പിന്നെ വിഷയാക്കി ഐറ്റങ്ങൾ ഈ ക്ലോസറ്റിലെ വെള്ളം മാതിരി. അപ്പൊ ഒന്നുമില്ല, താവൂല്ല. പിന്നെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഗുളുകുളു എന്നാണ് പേരാണ് താവുന്ന വിഷയം ചർച്ച. ജമാഅത്തെ അതൊരു ചർച്ചയെ ആക്കരുത്. ജമാഅത്തൊക്കെ ഞമ്മക്ക് പറ്റിയ ഏരിയ പറയണീനും മടിരും മടി. പിന്നെ തെബിലീഗായിരുന്നു ഓർക്ക് പിന്നെ മുണ്ടും വേണം. ഓർക്ക് പിന്നെ ഏടിയും വാശിയില്ല. ഓർക്ക് ഞമ്മളെ പള്ളിയിൽ ഇങ്ങനെ വന്ന് കുറച്ചേരം 3-4 ദിവസം നിന്ന് കപ്സൊക്കെ ഒന്ന് ഉണ്ടാക്കി. ഓർക്കൊരു 4-5 കിലോ അരിയും കൊടുത്ത് ഒരു 4-5 കിലോ ഉള്ളിയൊക്കെ ഏറ്റി വന്ന് അവിടെ ഒരു ദേവത്ത് മംഗലാപുരത്തൊക്കെ ദേവത്ത് തന്നെ ഇതാ. ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ സംഘാടകർ ദേവത്ത് കഴിഞ്ഞു വെച്ചു. അപ്പോഴൊക്കെ തെബിലീഗാരെ ദേവത്ത് മനസ്സിലായി. ഇങ്ങനെ കുലുമാലുണ്ടാക്കാൻ നാട്ടിലില്ല സുന്നിയാളെ പള്ളിക്കൊക്കെ എന്നിട്ട് വലിയൊരു താടി അറാക്കിന്റെ കുറ്റി വലുതാക്കാനുള്ള കാരണം എന്താ ഞാൻ കുറെ ആലോചിച്ചപ്പോൾ മനസ്സിലാക്കി ഗ്യാസ് തീർന്ന കത്തിക്കാൻ ഒരു വിറകിന്റെ ഉള്ളിൽ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഈ വലിയൊരു അറാക്കറ്റ്. അല്ലെങ്കിൽ ഓന് ബ്രഷ് ഇട്ടിരുന്ന. അങ്ങനെ ഒരു സമയം ഇപ്പൊ ഞാനിത് പറയുമ്പോ തന്നെ ഏതെങ്കിലും ഭാഗത്ത് തെബിലീഗാരുണ്ടെങ്കിൽ അങ്ങനെ പറയും, ഓ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയത്. നമ്മൾ കേൾക്കും വിചാരിച്ച സമാധാനത്തിന്റെ ആൾക്കാരാണ്. ഇത്ര വേഷമുള്ള വേറെ ജാതിയില്ല. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ് ഇവളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫിത്നയാണ് ഈ തെബിലീഗാരി. എന്നിട്ട് ആ തെബിലീഗാരിയെ പ്രസംഗിക്കാൻ കൊണ്ടുവരുന്നു.
ബാക്കവിന്ന് കേൾക്കുമ്പോ സുന്നിയാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ചേകനൂരിന്റെ നിങ്ങൾ എന്തെങ്കിലും സുന്നിയാക്കിയേക്കും. ചേകനൂരും ബാക്കവിന്റെ കൂട്ടരെ ചില ആൾക്കാർക്ക് അങ്ങനെ ബാക്കവി ആയാൽ ഞങ്ങളതായി. അങ്ങനെയാണെങ്കിൽ ചേകനൂര് ബാക്കവിനെ വലുതാക്കേണ്ടി വരും. താനി ബിദ്അത്തുകാരാണ് ബാക്കിയാത്തിനും പഠിക്കുന്നുണ്ട്. ഞാൻ അനുഭവിച്ചതാ പറയുന്നത്. എത്ര ഷർറായിരുന്നു ഈ തെക്ക് ഭാഗത്തുണ്ട് കുറച്ച് ബാക്കന്മാര്. ഇപ്പൊ ഇറങ്ങിയതല്ല, മുമ്പേ ഉണ്ടതാ. ഓലെ കൊണ്ടുണ്ടായ ഫിത്തന കുറച്ചൊന്നല്ല. നാരിയ സ്വലാത്ത് നിർത്തിച്ചു, ദിക്റിന്റെ മജ്ലിസ് നിർത്തിച്ചു, ബാനി ഹസ്രത്തിന്റെ മഖാമ സിയാറത്തിന് പല പ്രാവശ്യം വന്ന് ഞങ്ങള് സിയാറത്ത് ചെയ്യുമ്പോ ഞങ്ങളെ പരിഹസിക്കാൻ വന്നു. ആര്? ഈ പറഞ്ഞ തെക്ക് ഭാഗത്തുള്ള വാക്കുകൾ. എന്നിട്ട് ഓലെ നമ്മളെ കൊണ്ടുവന്ന് സുന്നത്തി അമ്മയത്ത് പറയാം. ഈ ജിന്ന് ആലോചിച്ചൊക്കെ ഞങ്ങൾ ഹുത്തുബ പരിഭാഷപ്പെടുത്തി നീ കുഴപ്പമില്ലാന്ന് വെള്ളിയാഴ്ച ജയ്ഹിന്ദ് ടിവിയിൽ കാന്തപുരം BJPയുടെ കൂടെ വേറൊരു ടീം കൂടി തീവ്രവാദ ടീം ഓലും പറഞ്ഞു കാന്തപുരം വർഗീയത കൂടെ നിൽക്കുന്നു, നരേന്ദ്രമോദിക്ക് ഓശാന വേണം, എന്തെല്ലാം എഴുതി. നമ്മളെ സാധാരണക്കാരായ കുട്ടികൾ അതെടുത്തു പറഞ്ഞു കുറെ ക്ലിപ്പ് ഉണ്ടാക്കി. വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് ഒരല്പനേരം ചർച്ച ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കാത്തിരിക്കുക. ലൈവിന് വേണ്ടി മൈക്ക് വിടുന്നു. പത്രത്തിൽ അഖിലം ബസയില ആർക്ക്? നരേന്ദ്രമോദിക്ക് അഖിലം ബസയില സ്വാഗതം. അതൊക്കെ അള്ളാഹു ഓലെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അള്ളാഹു ഓൽക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ നിർത്താം മുഅ്മിനീങ്ങളെ. റൗമാൻ എന്ന് പറയുന്ന ഒരു മലക്കിനെ കൊണ്ടുവരുന്നുണ്ട്. അത് കബറിന്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറിയിട്ടാ ഓരോ കബറിലേക്ക് വരുന്നത്. ഓ എന്റെ പൊന്നുമോനെ, എന്റെ അടുക്കലും ആ മലക്ക് വരും, നിങ്ങളടുക്കലും ആ മലക്ക് വരും. ഓ എന്റെ ഉമ്മ, നിങ്ങളെ മുമ്പിലേക്കും വരും. ഓ എന്റെ മുത്തഅല്ലിമീങ്ങളെ, നിങ്ങളടുക്കലേക്കും വരും. എല്ലാവരും അടുക്കലേക്കും റഹ്മാൻ അലൈഹിസ്സലാം ആകുന്ന മലക്ക് കടന്നു വരുന്നുണ്ട്. എന്താണ് ആ റഹ്മാനിനുള്ള ഡ്യൂട്ടി എന്നോ? മഹാനായ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്ന റഹ്മാൻ അലൈഹിസ്സലാം മയ്യത്തിന്റെ അടുക്കലേക്ക് വരും. എന്നിട്ട് ഈ മയ്യത്തിനെ അങ്ങ് എണീപ്പിച്ചിരുത്തും. എന്നിട്ടോ മലക്ക് വന്ന് മയ്യത്തിനോട് പറയും, യാ അബ്ദുല്ലാഹി ഉക്തുബ് അമലക. ഓ മയ്യത്തായ മനുഷ്യ, ഓ അല്ലാഹുവിന്റെ അടിമേ, നിങ്ങൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളും ദുനിയാവിൽ ചെയ്തതെല്ലാം നിങ്ങൾ എഴുതി വെച്ചോളൂ. ഞാൻ ചെയ്ത കാര്യങ്ങൾ എഴുതി വെക്കാൻ എന്നോട് മലക്ക് പറയും. ഉപ്പമാരെ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ആ മലക്ക് വന്നുകൊണ്ട് എഴുതാൻ പറയും. ആ സമയത്തോ മലക്കിനോട് കൊടുക്കുന്ന മറുപടി എന്താണ്? മാ മഈദവാതു വലാകിറതോ. എഴുതുന്നതിന് തിരക്കേടില്ലല്ലോ, പക്ഷേ എഴുതാൻ എന്റെ കയ്യിൽ പേനയില്ലല്ലോ, എന്റെ കയ്യിൽ മഷിയില്ലല്ലോ, എന്റെ കയ്യിൽ പേപ്പറില്ലല്ലോ. പേപ്പറില്ലാതെ ഞാൻ എങ്ങനെ എഴുതാനാണ്? മഷിയില്ലാതെ ഞാൻ എങ്ങനെ എഴുതാനാണ്? അതേ മഷിയില്ലാതെ എഴുതാൻ കഴിയാതെ ഞാനും നിങ്ങളും ഈ മലക്കിനോട് മറുപടി പറയുന്നൊരു ഘട്ടം വരാനുണ്ട്. എവിടെ വെച്ച്? നമ്മുടെ കബറിൽ ചെന്നാൽ ആദ്യത്തെ ദിവസം ആദ്യമായി മലക്ക് വന്ന് ആവശ്യപ്പെടുകയാണ്. എന്റെ സ്വന്തം വക പറഞ്ഞതല്ല കേട്ടോ. മഹാനായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഓ എന്റെ പൊന്നുമോളെ, ആ നേരം ഞാനും നിങ്ങളും കൊടുക്കുന്ന മറുപടി എന്താണ്? മഷിയില്ലാതെ ഞാൻ എഴുതുന്നത് എങ്ങനെയാ? മഷിയില്ലെന്ന് പറയുമ്പോ, പേനയില്ലെന്ന് പറയുമ്പോ, കടലാസിൽ